എല്ലാവർക്കും നമസ്കാരം. ജെംസ് ഷോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസത്തെ ചില പ്രധാന വാർത്തകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വാർത്തകൾ വായിക്കുന്നത് ആഗി മരിയ റോബി. പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ കവർച്ച. 4 മിനിറ്റിൽ അപ്രത്യക്ഷമായി രാജകീയ ആഭരണങ്ങൾ. ലോകപ്രസിദ്ധമായ ലൂവർ മ്യൂസിയത്തിൽ അതിവേഗ കവർച്ച. വെറും 4 മിനിറ്റിനുള്ളിൽ അതിമൂല്യമായ രാജകീയ ആഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവം ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്നതായിരുന്നു. ഗാലറി ദി അപ്പോളോൺ ഹാളിലെ പ്രദർശന കേസുകൾ പൊളിച്ച് കള്ളന്മാർ 8 വിലപിടിപ്പുള്ള കിരീടാഭരണങ്ങൾ കവർന്നെടുത്തു. മ്യൂസിയത്തിൽ നിന്ന് മോട്ടോർ ബൈക്കുകൾ ഉപയോഗിച്ച് കള്ളന്മാർ രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ. രാജ്യവ്യാപകമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് പോലീസ്. ലോക പ്രശസ്ത മ്യൂസിയത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ദേശീയ തലത്തിൽ ഗുരുതര ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മ്യൂസിയങ്ങൾക്കും ദേശീയ പൈതൃക ശേഖരങ്ങൾക്കും സുരക്ഷ ശക്തമാക്കാനായി സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചു. ദ്രൗപദി മുർമു 52 വർഷത്തിന് ശേഷം അയ്യപ്പ ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതി. അയ്യപ്പ ദർശനത്തിന് 52 വർഷത്തിന് ശേഷം എത്തുന്ന രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ശബരിമലയിൽ ദർശനം നടത്തുന്ന 2ാമത്തെ രാഷ്ട്രപതി എന്ന പ്രത്യേകതയുമുണ്ട്. 1973 ഏപ്രിൽ 10-നാണ് അന്നത്തെ രാഷ്ട്രപതി വി ഗിരി ദർശനത്തിനെത്തിയത്. ശബരിമലയിൽ രാഷ്ട്രപതി അയ്യപ്പ ദർശനത്തിനെത്തിയപ്പോൾ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. രാജ്യത്ത് സ്വന്തമായി പിൻകോഡുള്ള 2 പേർ ഒരേയിടത്ത് എന്ന കാര്യം. ഇന്ത്യയിൽ സ്വന്തമായി പിൻകോഡുള്ള 2 പേരാണുള്ളത്. രാഷ്ട്രപതിയും പിന്നെ ശബരിമല അയ്യപ്പനും. ഒറ്റ വിലാസം വീതമേയുള്ളൂ എന്നതാണ് ഈ 2 പിൻകോഡുകളുടെയും സവിശേഷത. പ്രവാസി തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമായി കഫാല സിസ്റ്റം റദ്ദാക്കി സൗദി അറേബ്യ. വർഷങ്ങളായി പ്രാബല്യത്തിലുള്ള കഫാല അഥവാ സ്പോൺസർഷിപ്പ് സംവിധാനം സൗദി അറേബ്യ ഔദ്യോഗികമായി റദ്ദാക്കി. ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികൾക്കും വലിയ ആശ്വാസമായാണ് ഈ പരിഷ്കാരം കണക്കാക്കപ്പെടുന്നത്. 1950-കളിൽ നടപ്പാക്കിയ കഫാല വ്യവസ്ഥയിൽ കഫീൽ എന്ന തൊഴിലുടമയ്ക്ക് തൊഴിലാളികളെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. ജോലി മാറ്റം, യാത്ര, നിയമസഹായം എന്നിവയിൽ തൊഴിലുടമയുടെ പൂർണ്ണ അനുമതി നിർബന്ധമായിരുന്നതിനാൽ ചൂഷണവും ദുരുപയോഗവും വ്യാപകമായിരുന്നു. പ്രശ്നങ്ങൾ ഉയർന്നാൽ നിയമസഹായം തേടുന്നതിനും തൊഴിലാളികൾക്ക് അവസരങ്ങൾ വളരെ പരിമിതമായിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആരംഭിച്ച വിഷൻ 2030 പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. മനുഷ്യാവകാശ സംഘടനകളുടെയും ലോകമാധ്യമങ്ങളുടെയും സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ മാറ്റം. മലയാള സിനിമ ആടുജീവിതം ഉൾപ്പെടെ പ്രവാസി ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ചതും ഈ തീരുമാനത്തിന് പ്രേരണ നൽകി. 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. സിംഗപ്പൂർ 1-ാമത്. ലോകത്ത് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകൾ പ്രഖ്യാപിച്ച് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് പുറത്തിറക്കി. വിസ ഇല്ലാതെയോ എത്തിച്ചേർന്നതിന് ശേഷം വിസ എടുക്കാനോ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിംഗ്. ഈ വർഷം 193 രാജ്യങ്ങളിൽ വിസയില്ലാതെ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ പ്രവേശനം ലഭിക്കുന്നതായി സിംഗപ്പൂർ 1-ാം സ്ഥാനത്തെത്തി. ദക്ഷിണ കൊറിയ 2-ാം സ്ഥാനത്തും ജപ്പാൻ 3-ാം സ്ഥാനത്തും ഈ ലിസ്റ്റിലുണ്ട്. ഇന്ത്യ ഈ വർഷത്തെ ഏറ്റവും വലിയ മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് 85-ാം സ്ഥാനത്തിൽ നിന്ന് 77-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അതേസമയം വെറും 25 രാജ്യങ്ങളിൽ മാത്രമാണ് പ്രവേശനം ലഭിക്കുന്നത് എന്നതിനാൽ അഫ്ഗാനിസ്ഥാന്റെ പാസ്പോർട്ട് ഈ ലിസ്റ്റിൽ ഏറ്റവും താഴെയാണ്. ബൊളീവിയയിൽ റോഡ്രിഗോ പാസ് പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബൊളീവിയയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സെൻട്രൽ റൈറ്റ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ റോഡ്രിഗോ പാസ് വിജയം നേടി. ഇതോടെ രാജ്യത്ത് വർഷങ്ങളായി തുടരുന്ന ഇടതുപക്ഷ ഭരണത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ മാറ്റം രേഖപ്പെടുത്തപ്പെട്ടു. സാമ്പത്തിക പരിഷ്കരണം, ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തൽ, ഭരണ സുതാര്യത എന്നിവയാണ് പാസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വാഗ്ദാനം ചെയ്തത്. അന്താരാഷ്ട്ര തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ വോട്ടെടുപ്പ് നിഷ്പക്ഷവും സമാധാനപരവുമായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു. പാസ് അധികാരമേൽക്കുന്നതോടെ ദക്ഷിണ അമേരിക്കൻ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും ഒരു മാറ്റത്തിന് സാധ്യത ഉയർന്നിരിക്കുകയാണ്. 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ഇന്ത്യൻ വംശജനായ സുനിൽ അമൃതിന്. പ്രശസ്ത ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത്
2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടി. ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ഈ അന്താരാഷ്ട്ര അംഗീകാരം. ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് മേഖലകളിൽ അപൂർവ ഗവേഷണങ്ങളും ആഗോളബോധവും ഉയർത്തിപ്പിടിക്കുന്ന എഴുത്തുകാരെ ആദരിക്കുന്ന പുരസ്കാരം ഇതാണ്. വിജയിക്ക് ഏകദേശം 26 ലക്ഷം രൂപ സമ്മാനമായി നൽകും. കോളനിവൽക്കരണം, വ്യവസായവൽക്കരണം, മനുഷ്യകുടിയേറ്റം മുതലായ ഘടകങ്ങൾ ഭൂമിയെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി എന്നതിനെ പുസ്തകം ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. അമേരിക്കയിലെ അധിനിവേശം, ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടീഷ് സ്വർണ്ണ ഖനന പ്രവർത്തനങ്ങൾ, ലോകമഹായുദ്ധങ്ങളുടെ പരിസ്ഥിതി പ്രതികാരങ്ങൾ തുടങ്ങി നിരവധി ചരിത്ര സംഭവങ്ങളെ പരിസ്ഥിതി കാഴ്ചപ്പാടുകളിൽ പുസ്തകം ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ സ്വദേശീയ ആന്റി സബ്മറൈൻ കപ്പൽ മാഹി നാവികസേനയ്ക്ക് കൈമാറി. സമുദ്ര സുരക്ഷാ ശേഷി കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇന്ത്യ നിർമ്മിച്ച ആദ്യ ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ മാഹി ഇന്ത്യൻ നാവികസേനയുടെ സേവനത്തിന് കൈമാറി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ഷിപ്പ്യാർഡിലാണ് കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളത്തിനടിയിലൂടെയുള്ള ശത്രു രാജ്യങ്ങളുടെ സബ്മറൈനുകളെ കണ്ടെത്തി നശിപ്പിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് മാഹിയിലുള്ളത്. ഇതിലൂടെ ഇന്ത്യൻ നാവികസേനയുടെ തീരസംരക്ഷണവും നിരീക്ഷണശേഷിയും കൂടുതൽ ശക്തമാകും. പുതുച്ചേരിയിലെ തീരനഗരമായ മാഹിയുടെ പേരിലാണ് ഈ യുദ്ധക്കപ്പലിന് നാമകരണം ചെയ്തിരിക്കുന്നത്. 47ാം ആസിയാൻ ഉച്ചകോടി പ്രാദേശിക ഐക്യവും സഹകരണവും ശക്തമാക്കി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാൻ 47ാം ഉച്ചകോടിയിൽ 10 അംഗരാജ്യങ്ങളുടെ നേതാക്കൾ പങ്കെടുത്തു. സമാധാനം, വ്യാപാരം, പ്രാദേശിക സ്ഥിരത എന്നിവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ആസിയാൻ മേഖലയിൽ സാമ്പത്തിക പുനർജീവനം, ഡിജിറ്റൽ ബന്ധം, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവ വേഗത്തിലാക്കുവാനുള്ള പദ്ധതികളാണ് ഉച്ചകോടി ലക്ഷ്യമിട്ടത്. വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, സാങ്കേതിക വിദ്യാ കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ധാരണയിലെത്തി. ആഗോള സാമ്പത്തിക ഭൂപ്രദേശിക വെല്ലുവിളികൾ തുടരുന്ന സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ ഐക്യം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉച്ചകോടി ഊന്നിപ്പറഞ്ഞു. വൺ കമ്മ്യൂണിറ്റി വൺ ഡെസ്റ്റിനി എന്ന ആശയത്തെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് സുസ്ഥിര പുരോഗതിക്കായി സഹകരണം തന്നെയാണ് മുന്നോട്ടു പോകാനുള്ള മാർഗം എന്ന സന്ദേശമാണ് ആസിയാൻ നേതാക്കൾ ലോകത്തിന് കൈമാറിയത്. സൗരക്കാറ്റിന്റെ രഹസ്യങ്ങൾ തുറന്നു കാണിച്ച് നാസയുടെ പഞ്ച് ദൗത്യം. സൂര്യന്റെ പുറം അന്തരീക്ഷവും സൗരക്കാറ്റും പഠിക്കുന്ന ആദ്യ ദൗത്യവുമായി നാസയുടെ പഞ്ച് മിഷൻ ചരിത്രം കുറിച്ചു. സൂര്യന്റെ കൊറോണയും അവിടെ നിന്ന് രൂപപ്പെട്ടു വരുന്ന സൗരക്കാറ്റിന്റെ രൂപമാറ്റങ്ങളും ആദ്യമായി 3 ഡയമെൻഷനിൽ ചിത്രീകരിക്കുകയാണ് ഈ ദൗത്യം. സൂര്യന്റെ കൊറോണയിലുള്ള പ്ലാസ്മ ഘടനകൾ എങ്ങനെ സൗരക്കാറ്റായി മാറുന്നു, കൂടാതെ കൊറോണൽ മാസ് ഇജക്ഷനുകൾ പോലുള്ള ഘടകങ്ങൾ എങ്ങനെ വളരുന്നു എന്നിവയെക്കുറിച്ച് ദൗത്യം നിർണായക വിവരങ്ങൾ നൽകും. സൗരക്കാറ്റിന്റെയും സൂര്യപ്രവർത്തനങ്ങളുടെയും പുതിയ വിവരങ്ങൾ, ഉപഗ്രഹ പ്രവർത്തനങ്ങൾ, ബഹിരാകാശ യാത്രക്കാരുടെ സുരക്ഷ, ഭൂമിയിലെ പവർ ഗ്രിഡുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം എന്നിവയ്ക്കുണ്ടായേക്കാവുന്ന സ്വാധീനം മുൻകൂട്ടി മനസ്സിലാക്കാൻ സഹായിക്കുമെന്നതാണ് ഈ ദൗത്യത്തിന്റെ വലിയ നേട്ടം. ഫിഫ അണ്ടർ 20 ലോകകപ്പിൽ ചരിത്രം. അർജന്റീനയെ തോൽപ്പിച്ച് മൊറോക്കോ കിരീടം. ഫുട്ബോൾ ലോകത്ത് പുതിയൊരു ചരിത്രം. മൊറോക്കോയുടെ യുവസിംഹങ്ങൾ ശക്തന്മാരായ അർജന്റീനയെ 2-0 കീഴടക്കി. ആദ്യമായി ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് കിരീടം നേടി. ഈ നേട്ടത്തോടെ ഈ മത്സരത്തിൽ ജേതാക്കളാകുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമായി മൊറോക്കോ മാറി. ഇവരുടെ വിജയം മൊറോക്കോയിലെ യുവ പരിശീലന സംവിധാനങ്ങളും ഗ്രാസ് റൂട്ട് ഫുട്ബോൾ പ്രോഗ്രാമുകളും എത്രമാത്രം ശക്തമാണെന്ന് തെളിയിക്കുന്നു. സമർപ്പണവും കൂട്ടായ്മയും ഉണ്ടായാൽ ചെറിയ തുടക്കത്തിൽ നിന്ന് തന്നെ ലോക നേട്ടങ്ങളിലേക്ക് ഉയരാം എന്ന പ്രചോദനം വിദ്യാർത്ഥികൾക്കും യുവ കായിക താരങ്ങൾക്കും ഈ വിജയം നൽകുന്നു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.